സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആട് 3 മൂവി ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് എല്ലായിടത്തു നിന്നും കേൾക്കുന്നത് തന്നെ. എൻ്റെ ഫ്രണ്ട്സും കണ്ടു, നല്ല ട്രെയിലറാണ് എന്ന്. ഇപ്പോൾ എല്ലാവർക്കും വളരെ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് കാണാൻ പോകുന്നത് തന്നെ. സോ ആട് മൂവി ഫ്രാഞ്ചൈസിൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഞാനും എൻ്റെ ഫാമിലിയും. ആട് ഫസ്റ്റ് പാർട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. മറ്റുള്ള ആൾക്കാരും ആനയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആ സീൻസിൻ്റെ കുറേ ബൈറ്റ്സ് ഞാൻ പലയിടത്തും കണ്ട് അങ്ങനെയാണ് ഞാനത് ആ മൂവി കണ്ടത് തന്നെ. ആട് 2 ഞാൻ തിയേറ്ററിൽ പോയാണ് കണ്ടത്. ഓക്കെ, എനിക്ക് ഇത് അതിനകത്ത് മിക്ക ക്യാരക്ടേഴ്സും എനിക്ക് വളരെ അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും നമ്മുടെ അബുവിൻ്റെ ക്യാരക്ടർ, ഷാജി പാപ്പൻ, പിന്നെ ഓക്കെ ജയസൂര്യയുടെ ക്യാരക്ടറും ഒക്കെ. പിന്നെ എന്തെന്നാണ് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ, ചിരിച്ചു മരിച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിജയ് ബാബു ഇല്ലാത്ത നാരങ്ങ പിഴിയുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണല്ലോ. അവരുടെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ നോക്കട്ടെ. എന്താണ്, സർബത്ത് ഷമീറോ, അത് തന്നെ. പിന്നെ നമ്മുടെ ഡ്യൂഡിൻ്റെ ഒരു രക്ഷയില്ല. ആ സെക്കൻഡ് പാർട്ടിലെ ആ ഒരു രംഗമുണ്ടല്ലോ, മറ്റേ പറോട്ടയുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ഒരു സീനില്ലേ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട്. പിന്നെ സവാള അരിയുന്ന ഡ്യൂഡ് ഒരു രക്ഷയില്ല. ഓക്കെ, സോ ഐ ഗോട്ട് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ്. എന്തായാലും ഇപ്പം മൂവി നല്ലതായാലും ഫ്ലോപ്പായാലും ഞാൻ പോയി തിയേറ്ററിൽ പോയി കാണുന്നുണ്ടാവും. കാരണം ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ ഹൗ ദ ട്രെയിലർ ഈസ്. ഏതോ ഒരു ലോകത്ത് നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാരണവുമാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. My words. This bridge is going to change our fortunes. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. മതിയോ? അത് മതി. ഇനി എത്തുപിടി. സച്ചിൻ പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകളെ വിളിക്കും. ഹൈ റേഞ്ചിന്റെ ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. വയലൻസ് വേണ്ടാതെ 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവ് കണ്ട തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകുന്നു. എന്താണ് വരുന്നത്? ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കണം. ഓ, ആളെടുത്ത രംഗമുണ്ട്. വേണ്ടി കൊടുത്തിട്ടില്ല. ബ്ലഡി ഗ്രാമവാസി. ഓ, കൊടുമ്പീകരൻ. യെസ്, ഡ്യൂഡ്. എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. No sentiment, no compromise. ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1. സോ എനിക്ക് ഈ ആട് 3 ട്രെയിലർ വളരെ ഇഷ്ടപ്പെട്ടു. വളരെയധികം പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ദിസ് ടൈം ദിസ് മൂവി ഈസ് ഈവൻ മോർ ബിഗ് ദാൻ ദിസ് പാർട്ട്
2 ക്യാരക്ടേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ സെയിം തന്നെയാണെന്ന് വെച്ചാൽ അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം അതൊക്കെ തന്നെയാണല്ലോ. പിന്നെ കുറേ അധികം ചിരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് പിന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും പോയി തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ട ഒരു പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ടോക്സിക് എന്താ പറയുക മൂവിയുടെ നമ്മൾ ടീസർ റിയാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ. അപ്പോൾ നല്ല കമൻസൊക്കെ ആയിരുന്നു. അതിലെ ഒരാൾ പറഞ്ഞു, നമ്മുടെ എന്താ പറയുക പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി പറഞ്ഞത് വൈഫാണ് കുറച്ചും കൂടെ ഡെയറിങ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. മറ്റേയാൾക്ക് കിട്ടുന്ന അനുഭവം പോലെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടിരിക്കുന്നത്, ടീസർ കണ്ടിരിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഞാനൊരു നിഷ്കളങ്കനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ടോക്സിക്കിൻ്റെ ആ ട്രെയിലർ ടീസർ കണ്ടപ്പോൾ തന്നെ ഞാനാണ് അതിൻ്റെ ഉള്ളിലിരുന്ന് സഫർ ചെയ്യുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വരക്കില്ല. അപ്പം പിന്നെന്താണ് ആ കഴുത്ത്. അപ്പം അതൊക്കെ കണ്ടപ്പം ശരിക്കും പെട്ടെന്ന് അപ്പം തന്നെ കാണുമല്ലേ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം പെട്ടെന്ന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് ഒട്ടും വയലൻസ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ മൂവി ഞാൻ പോയി കണ്ടിരിക്കും. താങ്ക് യു ഗൈസ്. എപ്പോഴും ഈ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഐ വിൽ ബി കീപ്പിംഗ് ഓൺ ട്രൈങ് ഇറ്റ്. കുറച്ച് ബിസി ആയിപ്പോയി, കാരണം ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ അല്ലല്ലോ. ആവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാവർക്കും ജോലി അതിൻ്റെ ഇടയിലാണിത്. അതുകൊണ്ട് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ്, ഇപ്പം ഈവൻ ആടിൻ്റെ ട്രെയിലർ പോലും ഇന്നലെ ഞാൻ കണ്ടാണ് ഇറങ്ങിയിരിക്കുന്നതല്ലോ. അതുപോലെ ടോക്സിക്കിൻ്റെ അതും ഞാൻ റിയാക്ട് ചെയ്തത് കുറച്ച് ഡിലേ ആയിട്ടാണ്. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ഹാവ് ഗോട്ട് ഹ്യൂജ് ഹോപ്സ്. തിയേറ്ററിൽ പോയി തന്നെയാണ് കാണുക. നിങ്ങളും പോയി അടിച്ചു പൊളിക്ക് ഈ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട്. ഓക്കെ, so catch you guys in our next video. Till then,